ഒന്നുകിൽ അവിടെ ഒരു നീരാവുമ്പം അല്ലെങ്കിൽ ഭയങ്കരമായ അസഹനമായ വേദന ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുമ്പോഴാണ് പൊതുവേ പേരൻസ് കുട്ടികളെ കൊണ്ട് നമ്മുടെ അടുത്ത് വരാറ്. അപ്പോൾ സ്പേസ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഓരോ കേസ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നൊരു സംഭവമാണ്. മിക്കവാറും പുറകിലത്തെ പല്ലുകൾക്ക്, ചവയ്ക്കുന്ന പല്ലുകൾക്കാണ് കുട്ടികൾക്ക് പ്രശ്നം സംഭവിക്കാറ്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ ഇത് അടഞ്ഞു പോകാതിരിക്കാൻ ഞങ്ങളിങ്ങനെ ബാൻഡ് ആൻഡ് ലൂപ്പ് സ്പേസ് ബാരിയർ വെക്കാറുണ്ട്. ഇന്നത്തെ സെഷൻ സ്പേസ് മെയിൻ്റെനൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്പേസ് മെയിൻ്റെനൻസ് ഇടാനായിട്ട് പീഡിയോഡോണ്ടിസ്റ്റ് സ്പെസിഫിക്കലി എംഫസൈസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് ഓവർവ്യൂ ആണ് ഇവിടെ നമ്മൾ നൽകുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ കാണുന്നത് പോലെ ഇതൊക്കെ പാൽപ്പല്ലുകളാണ്. ഈ ഇമേജിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും സ്റ്റിക്കി ഫുഡ്, സ്വീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും പിന്നെ അല്ലാതെ പ്രോപ്പറായിട്ടുള്ള ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് ഫോളോ ചെയ്യാതെ വരുമ്പോഴും കുട്ടികൾക്ക് പലപ്പോഴും പല്ലിനുള്ളിൽ കേട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് ഇനിഷ്യലി തന്നെ ഒരു ചെറിയ കേട് കാണുമ്പോഴൊന്നും എല്ലാവരും കൊണ്ടുവന്ന് ഈ പല്ല് അടപ്പിക്കണമെന്നില്ല. മറിച്ച് ഇത് വെച്ചോണ്ടിരുന്ന് കുറേ കാലം കഴിഞ്ഞ് ഒന്നുകിൽ അവിടെ ഒരു നീരാവുമ്പം അല്ലെങ്കിൽ ഭയങ്കരമായ അസഹനമായ വേദന ഇങ്ങനെയുള്ള സിംറ്റംസ് കാണിക്കുമ്പോഴാണ് പൊതുവേ പേരൻസ് കുട്ടികളെ കൊണ്ട് നമ്മുടെ അടുത്ത് വരാറ്. അപ്പോൾ ആ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ആ പല്ലിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ആ ഒരു പ്രോഗ്നോസിസ് ഇറ്റ് ഈസ് 50-50. അപ്പം വളരെയധികം എന്താ പറയുക, ഇൻഫെക്ഷൻ ഒത്തിരി സ്പ്രെഡായ കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എന്നാൽ പറ്റുന്നത് പോലെയൊക്കെയുള്ള കേസസ് ഇൻഫെക്ഷൻ നമ്മൾ നീക്കം ചെയ്ത് ആ പല്ലിനെ നന്നായിട്ട് വൃത്തിയാക്കി അതിന് മേലെ ഒരു സ്റ്റീലോ അല്ലെങ്കിൽ മറ്റ് പല്ലിൻ്റെ കളറിലുള്ള എസ്തെറ്റിക് ക്രൗൺസ് ഇട്ട് സേവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പൊതുവേ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. ഇതിന് കാരണം എന്തുവാണെന്ന് വെച്ചാൽ പാൽപ്പല്ലുകൾക്ക് ഓരോ പല്ലുകൾക്കും പുതിയ പല്ലുകൾ മുളച്ചു വരുന്നതിനും പാൽപ്പല്ലുകൾ പോകുന്നതിനും അതിൻ്റേതായ ക്രമമുണ്ട്. അപ്പോൾ ഈ സീക്വൻസ് അല്ലെങ്കിൽ ആ സീരീസ് ഫോളോ ചെയ്ത് പല്ലുകൾ അതാത് സമയത്ത് പോയില്ല എന്നുണ്ടെങ്കിൽ അഥവാ നേരത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ പുതിയ പല്ലുകൾക്ക് ഈ ആർച്ചിൽ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാൻ ചെറിയ പ്രയാസമുണ്ടാകും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പോൾ ഇങ്ങനൊരു കേസ്, ഇപ്പോൾ ഇവിടെ ഒരു പല്ല് ഉണ്ടാകേണ്ടതായിരുന്നു. അതായത് നമ്മൾ 2 മോളേഴ്സാണ് പ്രൈമറി മോളേഴ്സിൽ, ഫസ്റ്റ് മോളർ ആൻഡ് സെക്കൻഡ് മോളർ, ഏറ്റവും ബാക്കിലത്തെ അണപ്പല്ലാണ്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതിൻ്റെ കൗണ്ടറുണ്ട്. ഇതേമാതിരി ഉണ്ടായിരുന്ന ഒരു ഹെൽത്തി പല്ല് കേടുമൂലം അല്ലെങ്കിൽ കുട്ടി ഭയങ്കരമായിട്ട് അൺകോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലൊക്കെ വരുമ്പം ചിലപ്പോൾ പേരൻസ് തന്നെ ഇൻസിസ്റ്റ് ചെയ്ത് ഞങ്ങൾ എടുക്കേണ്ട വരാറുണ്ട്. ദോ വി ഡോണ്ട് പ്രിഫർ എൻ എക്സ്ട്രാക്ഷൻ. കാരണം കുട്ടികൾക്ക് കുറേ നാൾ ഈ പല്ലുകൾ വേണ്ടതാണ് ചവയ്ക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ ഒരു കാലക്രമം അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 10-11 വയസ്സ് ആ ഒരു സമയത്താണ് ഈ പെർമനൻറ്റ് പല്ല് ഇളേക്ക് കയറി വരുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് സേ ഫോർ എക്സാമ്പിൾ ദ പേഷ്യൻ്റ് ഇസ് സംവെയർ അബൌട്ട് 6 to 7 years old. അങ്ങനെ ഒരു കേസാണിത്. അപ്പം നമുക്ക് സേവ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ നമ്മളിങ്ങനെ ഒരു പല്ല് എടുത്ത് കളയേണ്ട വന്നു. ഇവിടെ ഈ മോളർ എക്സ്ട്രാക്ട് ചെയ്ത് കളയേണ്ട വന്നു. അങ്ങനെയുള്ളപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പേസ് ഇവിടെ നിങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഈ ഗ്യാപ്പ്. അപ്പോൾ സപ്പോസ് നമ്മളിങ്ങനെ ഒരു സ്പേസ് മെയിൻറ്റെയിനർ നമ്മൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ താഴെ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ, ഇതാണ് സംഭവിക്കുക. അതായത് ഇവിടെയുള്ള പല്ല് ഈ സ്പേസ് എൻക്രോച്ച് ചെയ്യും, അത് മുന്നോട്ടേക്ക് തള്ളി വരും. അങ്ങനെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ ശരിക്കും വരേണ്ടിയിരുന്ന ഈ ഒരു പ്രീമോളർ, അതായത് അവിടെ വരേണ്ടിയിരുന്ന പല്ല് അടിയിൽ അകപ്പെട്ടു പോവുകയും ഈ സ്പേസ് അങ്ങ് ക്ലോസ്ഡ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ പിന്നീട് ഫ്യൂച്ചറിൽ ക്രൗഡിങ് പ്രതീക്ഷിക്കാം. അതായത് ഈ പല്ല് മറ്റെവിടെയെങ്കിലും ആയിട്ടായിരിക്കും മുളച്ചു വരുന്നത്. ചിലപ്പോൾ മുളച്ചേ വരാതെ ഉള്ളിൽ ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലും അങ്ങനെയും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സ്പേസ് മെയിൻറ്റെയിനേഴ്സ് എന്ന് പറഞ്ഞ അപ്ലയൻസസ് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ സ്പേസ് മെയിൻറ്റെയിനേഴ്സ് എന്ന് പറയുന്നത് ഓരോ കേസ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പം മോളേഴ്സിനായിരിക്കണം പ്രശ്നം എന്ന് നിർബന്ധമില്ല. ചിലപ്പം മുന്നിലത്തെ പല്ലുകളായിരിക്കാം പോയിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേറെ തരത്തിലുള്ള സ്പേസ് മെയിൻറ്റെയിനൻസ് ഇടാൻ സാധിക്കുന്നതാണ്. ഇനിയും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് ഞങ്ങൾ എപ്പോഴും ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള
ഒരു സ്പേസ് മെയിൻ്റെനാണ് ബാൻഡ് ആൻഡ് ലൂപ്പ് സ്പേസ് മെയിൻ്റർ എന്ന് പറയുന്നത്. മിക്കവാറും പുറകിലത്തെ പല്ലുകൾക്ക്, ചവയ്ക്കുന്ന പല്ലുകൾക്കാണ് കുട്ടികൾക്ക് പ്രശ്നം സംഭവിക്കാറ്. അപ്പോൾ അത് എടുത്ത് കളഞ്ഞു കഴിയുമ്പോൾ ഇത് അടഞ്ഞു പോകാതിരിക്കാൻ ഞങ്ങളിങ്ങനെ ബാൻഡ് ആൻഡ് ലൂപ്പ് സ്പേസ് മെയിൻ്റർ വെക്കാറുണ്ട്. ഇനിയും മറ്റ് ചില കേസസിൽ ഇത് കണ്ടോ, മൾട്ടിപ്പിൾ ടീത്ത്, 2 സൈഡിലായിട്ടും പല പല പല്ലുകൾ പറിച്ച് കളയേണ്ട വരികയാണ്. കാരണം കുറ്റുവേര് മാത്രമായിട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഭയങ്കര പസ്, ഭയങ്കര വേദന, അങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വരുമ്പം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, സേവ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പം നമ്മൾ 2 സൈഡിലെ പല്ലുകളും ഞങ്ങൾ നീക്കം ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എല്ലായിടത്തും നമുക്കിങ്ങനെ ഒരു ഷോർട്ട് സ്പേസ് മെയിൻ്റെനൻസ് ഇടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ലോങ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ കാണുന്നത് താഴത്തെ പല്ലുകളുടെ ഒരു സ്പേസ് മെയിൻ്റനാണ്. ഇറ്റ്സ് കോൾഡ് ലിംഗ്വൽ ആർച്ച്. അപ്പോൾ ഈ പെർമനൻ്റ് 2 മോളേഴ്സിനെ നമുക്കവിടെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. ഈ ഉള്ള സ്പേസുകൾ ആ സ്ഥലത്തേക്ക് പെർമനൻ്റ് പല്ല് മുകളിലേക്ക് മുളച്ച് കയറി വരുമ്പോൾ അത് നീറ്റായിട്ട് ഒരേ അലൈൻമെൻറ്റിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ കാണുന്നത് മറ്റൊരു വേരിയൻ്റ് ആണ്, ട്രാൻസ്പാലറ്റൽ ആർച്ച് എന്ന് പറയും. അപ്പോൾ ഇത് ഈ ഡിസൈനിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ പൊതുവെ മുകളിലത്തെ ആർച്ചിൽ കൊടുക്കുന്ന ഒരു അപ്ലയൻസ് ആണ്. ഇനി അങ്ങനെ അല്ലാതെ ഇവിടെ കാണുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4-5 ഇയേഴ്സ് ഉള്ള ഒരു കണ്ടീഷനാണ് ഈ കാണുന്നത്. അപ്പം ചെറിയ കുട്ടിയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ പെർമനൻ്റ് മോളേഴ്സ് ഇറപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പം നമുക്ക് സ്പേസ് മെയിൻ്റർ വെക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ബാക്കിലത്തെ പല്ലിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനെ ഒരു അപ്ലയൻസ് സപ്പോർട്ട് ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിനൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുന്നില്ല. കാരണം കുട്ടി വളരെ കുഞ്ഞാണ്, ആ പുതിയ പല്ല് വരാൻ പ്രായവുമായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള ആ പല്ല്, ദ്രവിച്ചു പോയ പാൽപ്പല്ലിനെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ തൊട്ട് മുന്നിലത്തെ പല്ലിൻ്റെ സപ്പോർട്ടും കൂടെ വെച്ചിട്ട് ഇതേമാതിരി ഒരു അപ്ലയൻസ് ആണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇപ്പോൾ കണ്ടോ, ആ അപ്ലയൻസ് അങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയ പല്ല് മുളച്ച് കയറി വന്നപ്പം ഈ സ്പേസ് നഷ്ടമായതുമില്ല. ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ അപ്ലയൻസ് ഊരി കളയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഓരോ കേസ് അനുസൃതമായിട്ടാണ് നമ്മൾ നമ്മുടെ അപ്ലയൻസുകളെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് മെയിൻ്റനൻസ് ആണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. കാരണം എപ്പോഴും ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ള പല്ലുകളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ എപ്പോഴത്തെയും തോട്ട്. ഇറ്റ്സ് വെരി ഈസി ടു റിമൂവ് എ ടീത്ത്. 2-3 മിനിറ്റ് കൊണ്ട് ഒരു പല്ല് ഞങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ ആർക്കാണ് ലോസ് വരുന്നത്? ലോസ് ഇസ് കംപ്ലീറ്റ്ലി ഫോർ യുവർ ചൈൽഡ്. കാരണം പല്ലുകൾ വേണ്ട സമയത്ത് അത് യഥാർത്ഥ സ്ഥലങ്ങളിൽ പല്ല് മുളച്ച് വന്നു കഴിഞ്ഞാലേ കുട്ടികൾ വൃത്തിക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഓരോ സ്ഥലത്തെയും പല്ലുകൾ അത് കേടാണ്, പാൽപ്പല്ലാണ് എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരമായിട്ട് കണ്ടിട്ട് എടുത്ത് കളഞ്ഞു കഴിയുമ്പം കുട്ടികളുടെ ഡയറ്റ് പാറ്റേൺ ചേഞ്ച് ചെയ്യും. ഇവർ സോഫ്റ്റ് ഫുഡിലേക്ക് മാറും, മധുരമുള്ള ഭക്ഷണത്തിലേക്ക് മാറും, അവർക്ക് ചവയ്ക്കാനും കടിക്കാനും ഒന്നും അവർക്ക് പറ്റാതെ വരും. അപ്പം അവരുടെ ഡയറ്റ് പാറ്റേൺ തന്നെ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറഞ്ഞു വരുന്ന കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് പനി വരിക, അസുഖങ്ങൾ വരിക, ഇത് ഏകദേശം റെഗുലർലി കണ്ടുവരുന്ന ഒരു സിനേറിയോ ആണ്. പ്രത്യേകിച്ച് ചില വളരെ ഇഗ്നറൻ്റ് ആയിട്ടുള്ള ചില കണ്ടീഷൻസിൽ, അതായത് പേരൻസ് തന്നെ വന്ന് അഡ്മിറ്റ് ചെയ്യുന്ന കേസസ് ഞങ്ങളെടുത്തുണ്ട്. അതായത് 1 വയസ്സ് 2 വയസ്സൊക്കെ ആയപ്പോൾ കുട്ടികൾ കണ്ടിന്യൂസ്ലി അവരുടെ വീട്ടിൽ അധികം കുട്ടികൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കാൻ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ ഓറൽ ഹൈജീൻ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ കുട്ടി ഭയങ്കരമായിട്ട് കരയുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അവിടെ പല്ലിന് പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സമയം വരുമ്പോഴത്തേക്കും ചിലപ്പം കുറ്റി വേരുകളായിട്ടായിരിക്കും ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പം ഒരുവിധം ഞങ്ങൾക്ക് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൂട്ട് കനാലെങ്കിലും ചെയ്ത് ഒരു ക്യാപ്പിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ തീർത്തും സ്ട്രക്ചർ ഇല്ലാത്ത കേസസിൽ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. വിൽ ഹാവ് ടു ബി റിമൂവിങ് ഇറ്റ് ആൻഡ് ദെൻ വിൽ ഹാവ് ടു ഗിവ് സംതിങ് കോൾഡ് ആസ് എ സ്പേസ് മെയിൻ്റനർ. അപ്പോൾ ഇതൊക്കെ കുറച്ച് കമ്പസമാണ്. അപ്പോൾ ഇത്രയും രീതിയിലോട്ട് പോകാതെ എപ്പോഴും പല്ലുകളെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.